വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അങ്ങനെ പ്രീമിയർ ലീഗ് ഈസ് ഒഫീഷ്യലി ബാക്ക്. ഗംഭീരമായിട്ടുള്ള ആദ്യത്തെ മത്സരമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ബോൺമൗത്തിനെ 4-2 പരാജയപ്പെടുത്തിക്കൊണ്ട് ലിവർപൂൾ ആദ്യത്തെ 3 പോയിന്റുകൾ സ്വന്തമാക്കുകയും ചെയ്തു. നമ്മൾ പ്രീ സീസണിൽ കണ്ടിട്ടുള്ള ആ ഒരു ലൈനപ്പിനെ തന്നെയാണ് സ്ലോട്ട് ഇന്ന് കളത്തിലിറക്കിയത്. ഇവിടെ വാൻഡേക്കും കൊണാട്ടി അടങ്ങുന്ന സെന്റർ ബാക്ക് പെയറും, ലെഫ്റ്റ് വിങ്ങിൽ കഴ്ക്കേഴ്സ്, റൈറ്റ് വിങ്ങിൽ ഫ്രിംപോങ്, പിവറ്റായിട്ട് മെക്കാലിസ്റ്ററും അതുകൂടാതെ സബോസ്ലായും. ഒഫെൻസീവ് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഡ്സും മോസലയും ലെഫ്റ്റ് വിങ്ങിൽ ഗ്യാപ്കോ അടങ്ങുന്ന ആ ഒരു ഫ്രണ്ട് ത്രീ തൊട്ട് മുമ്പിലായിട്ട് എക്കിറ്റിക്ക് സ്ട്രൈക്കർ ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ സർപ്രൈസിംഗ്ലി ആദ്യത്തെ ഒരു 30 മിനിറ്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൺമൗത്ത് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്നു എന്ന് പറയേണ്ടി വരും. ഈ ഫിസിക്കൽ ആയിട്ടുള്ള ടീമിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ലിവർപൂളിന് ആദ്യത്തെ ആ ഒരു ഫ്ലോയിങ് ഫുട്ബോൾ കിട്ടാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസിനെതിരെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഫൈനൽ തേർഡ് വരെ പോകുന്നു. അവിടെ വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ബോൾ ലൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു 30 മിനിറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ചാൻസുകൾ ലിവർപൂളിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. 4ഓളം ചാൻസുകൾ ബോൺമൗത്ത് ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ ബോൺമൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ പെട്രോവിച്ച് ഗോൾ കീപ്പറായിട്ടുണ്ട്, സെനേസിയും ഇവിടെ ഡിയാക്കിറ്റി അടങ്ങുന്ന ആ ഒരു സെന്റർ ബാക്ക് പെയർ, തൊട്ടു മുമ്പിലായി ആഡംസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് സെമീനോ ആണ്. ലെഫ്റ്റ് വിങ്ങിൽ ബ്രൂക്സും, സ്ട്രൈക്കർ ആയിട്ട് ഹിവാനിൽസണും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങി. നല്ലൊരു പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫിന്റെ ഒരു ആദ്യത്തെ 30-35 മിനിറ്റിൽ ബോൺമൗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഇക്കീറ്റിക്കയാണ് ലിവർപൂളിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത്. ഒരു ഡിഫൻസീവ് മിസ്റ്റേക്ക് അതിനൊരു നിമിത്തമായി എന്ന് പറയേണ്ടി വരും. എസ്പെഷ്യലി മിഡ്ഫീൽഡിലൂടെ കൊടുത്തിട്ടുള്ള ഒരു പന്ത് മെക്കാലിസ്റ്ററുടെ സൈഡിൽ നിന്ന് വരുന്നു. ഇത് എക്കിറ്റിക്കെ സേവ് ചെയ്തുകൊണ്ട് ഒരു ടച്ച് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഈ ഷോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി സെനേസി വരികയാണ്. പക്ഷേ സെനേസി ടച്ച് ചെയ്തിട്ടുള്ള പന്ത് ഡിഫ്ലക്റ്റ് ആയിട്ട് തിരിച്ച് എക്കിറ്റിക്കയുടെ കാലിലേക്ക് തന്നെയാണ് പോകുന്നത്. പുള്ളി പെട്രോവിച്ചുമായിട്ട് ഒരു 1-on-1 സിറ്റുവേഷൻ, വളരെ ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ടുള്ള ഒരു ഷോട്ടാണ്. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 39-ാമത്തെ മിനിറ്റിൽ 1-0 ലീഡിലേക്ക് ലിവർപൂൾ എത്തുകയും ചെയ്തു. ഇവിടെ ലിവർപൂളിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് കൗണ്ടർ വരുമ്പോൾ അവർ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു. എസ്പെഷ്യലി സെമീനിയുടെ 1-2 ക്രോസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. കൗണ്ടർ വരുന്ന സമയത്ത് ഫിസിക്കലായിട്ട് തന്നെ കളി ഒരു പരിധി വരെ മാനേജ് ചെയ്തത് മെക്കാലിസ്റ്റർ ആണ്. ഇപ്പൊ മെക്കാലിസ്റ്റർ ആദ്യത്തെ ഒരു 45 മിനിറ്റ്സിൽ ഹി വാസ് എവ്രിവെയർ. പുള്ളി ടാക്ടിക്കലി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ബ്ലോക്കുകൾ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പലപ്പോഴും കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യുന്നതിൽ നല്ലൊരു പങ്ക് വഹിച്ചത് മെക്കാലിസ്റ്റർ പ്രസൻസ് ഓഫ് മൈൻഡ് തന്നെയാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഗോൾ പോസ്റ്റിലേക്ക് വന്നെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ ബോൺമൗത്തിന് കഴിയാതെ പോയിട്ടുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ഫസ്റ്റ് ഹാഫിൽ എടുത്തു പറയണം. ഇവിടെ 30-ാമത്തെ മിനിറ്റിൽ ഒരു പന്ത് ത്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സെമീനോ ആ ഒരു എഡ്ജിൽ, മിഡ്ഫീൽഡിന്റെ എഡ്ജിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് നമുക്കറിയാൻ സാധിച്ചത് ഒരു വെർബൽ അബ്യൂസ് ഉണ്ടായി, ഒരു റേസിസ്റ്റ് ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിവർപൂളിന്റെ സൈഡിൽ നിന്നും ഇപ്പൊ കോച്ച് വന്നിട്ട് രണ്ടുപേരായിട്ട് സംസാരിക്കുന്നതും റഫറി ഇടപെടുന്നതും ഒക്കെ ആ സമയത്ത് നമ്മൾ കണ്ടു. ഇത് ശരിയാണെങ്കിൽ വളരെ വളരെ ഷെയിംഫുൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ്. ഇപ്പോ സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് ടെല്ല് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പെനാൽറ്റി മിസ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായി. നമ്മളെ ഫാൻസ് തന്നെ പുള്ളിയെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോയി റേഷ്യലി അബ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇതിനെതിരെ എല്ലാ ഫാൻസും ഓപ്പൺ ആയിട്ട് തന്നെ റെസിസ്റ്റ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് തന്നെ പ്രതികരിക്കേണ്ടതും വളരെ വളരെ ക്രൂഷ്യലാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതൊരു നിയമ നടപടിയിലേക്ക് പോയാലും അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡോടെ ലിവർപൂൾ മുമ്പോട്ട് പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ തന്നെ 3-4 കിഡിലൻ ചാൻസുകൾ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കെർക്കസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പന്ത് എക്കിറ്റിക്കയിലേക്ക് കൊടുക്കുന്നു. എക്കിറ്റിക്ക ആ പാസ് ഇവിടെ ഗാപ്കോയിലേക്ക് റിലീസ് ചെയ്യാണ്. ഗാപ്കോ ഒരു ടച്ച് എടുത്ത് 18 യാർഡ് ബോക്സിന്റെ എഡ്ജിലേക്ക് വന്നിട്ട് ഒരു ഷോട്ട് എടുക്കുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട് ആയിരുന്നു. അങ്ങനെ റൈറ്റ് വിങ് കോർണറിലേക്ക് ആ ബോൾ എത്തുകയും ലിവർപൂൾ ലീഡ് 2-0 എത്തിക്കുകയും ചെയ്തു. അതോടുകൂടി ഞാൻ വിചാരിച്ചു ഇനി കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും, ലിവർപൂളിന് 2-0 ലീഡ് ഉണ്ട്, പാനിക് ആവേണ്ട സിറ്റുവേഷൻ ഒന്നും വരില്ല. പക്ഷേ കളി അവിടുന്ന് വേറൊരു ഗിയറിലേക്ക് പോയി. സമീന്യോ
പുള്ളി എന്താണ് അടിച്ചിട്ട് വന്നതെന്ന് അറിയില്ല. സെക്കൻഡ് ഹാഫിൽ സമീനയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. ആ സമയത്ത് ബോൺമൗത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു അറ്റാക്കിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങിലൂടെ ബ്രൂക്സിനെ റിലീസ് ചെയ്യുക, ഒന്നുകിൽ ഒരു ത്രൂ പാസ് അല്ലെങ്കിൽ ഒരു ലോങ് ബോൾ വിങ്ങിലൂടെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇപ്പോൾ ജേമി ഫ്രിംഗ്പോങ് പലപ്പോഴും പുള്ളി ഓഫ് ഫുട്ട് ആയി പോകുന്നതും അല്ലെങ്കിൽ ഔട്ട് ഓഫ് പൊസിഷൻ ആയി പോകുന്നതും ഒരു പ്രശ്നം തന്നെയായിരുന്നു. ഇത് മുതലെടുത്തുകൊണ്ട് ബ്രൂക്സിന്റെ റണ്ണ് വളരെ കൃത്യമായിട്ട് അവരുടെ അറ്റാക്കിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ വന്നിട്ടുള്ള ഒരു ക്രോസ്, ഇവിടെ 2 പേര് അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോസ്റ്റിലുണ്ട്. പക്ഷേ സെമീനോ ഇവരെ ബീറ്റ് ചെയ്തുകൊണ്ട് അലിസന്റെ കാലിനിടയിലൂടെയാണ് ഈ ഷോട്ട് എടുക്കുന്നത്. 2-1 ബോൺമൗത്ത് കളിയിലേക്ക് തിരിച്ചു വരുന്നു. അധികം വൈകാതെ മറ്റൊരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റി ബോൺമൗത്തിന് കിട്ടുകയാണ്. സെമീനിയോയുടെ ഷിയർ പവർ, പുള്ളിയുടെ വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു ഫിനിഷും നമ്മൾ ഈ സെക്കൻഡ് ഗോളിൽ കാണാൻ കഴിഞ്ഞു. സോണിന്റെ ഇതുപോലത്തെ ഒരു ഗോള് ബേൺലിക്കെതിരെ ഉണ്ടായിരുന്നു. സ്വന്തം ഹാഫിൽ നിന്ന് ബോൾ കൊണ്ടുപോയി 2 പേര് പുള്ളിയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വിർജിൽ വാൻ ഡൈക്കും കൊണാട്ടയും പുള്ളി അവസാന നിമിഷം ലെഫ്റ്റ് വിങ്ങിലേക്ക് പാസ് ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് മുമ്പോട്ട് പോയത്. പക്ഷേ അവിടെയാണ് സെമീനോ വളരെ ഇന്റലിജന്റ് ആയിട്ട് പാസ് ചെയ്യാതെ ബോക്സിന് എഡ്ജിൽ വെച്ചിട്ട് ഒരു ടച്ച് എടുത്തുകൊണ്ട് അലിസനെ കബളിപ്പിച്ചുകൊണ്ട് റൈറ്റ് വിങ് കോർണറിലേക്ക് ഈ ഒരു ഷോട്ട് എടുക്കുകയാണ്. അലിസനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ 2-2 ബോൺമൗത്ത് കളിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇതിനിടയ്ക്ക് മെക്കാലിസ്റ്ററിന് ഒരു ഷോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-2 ഹാഫ് ചാൻസുകൾ ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തു. മോ സലയെ റൈറ്റ് വിങ്ങിൽ ആ ഒരു ഫീൽഡിന്റെ എഡ്ജിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ലിവർപൂൾ സെക്കൻഡ് ഹാഫിൽ ആ ഒരു അറ്റാക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മിഡ്ഫീൽഡിൽ നിന്ന് വിൻ ചെയ്യുന്ന പന്തായാലും ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കിട്ടിയ പന്തുകളൊക്കെ വിങ് മാറ്റി സലയിലേക്ക് എത്തിക്കുക, സല അവിടുന്ന് ഒരു ടച്ച് എടുത്തുകൊണ്ട് ബോക്സിനകത്തേക്ക് ഡ്രിബിൾ ചെയ്ത് കയറാൻ ശ്രമിക്കുന്ന 3-4 ചാൻസുകൾ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ബോൾ സ്ക്വയർ ചെയ്ത് നോക്കി 2-3 ക്രോസുകൾ ബോക്സിലേക്ക് ഇട്ടു. പക്ഷേ ഒരു കെയോസ് ക്രിയേറ്റ് ചെയ്യാൻ ലിവർപൂളിന് കഴിഞ്ഞു. പക്ഷേ അത് കണക്ട് ചെയ്തിട്ട് പോസ്റ്റിലേക്ക് എത്തിക്കാൻ അവരെ കൊണ്ട് സാധിച്ചില്ല. 2-2 എന്ന രീതിയിൽ കളി മുമ്പോട്ട് പോയി. ഈ സമയത്താണ് സ്ലോട്ടിന്റെ സൈഡിൽ നിന്ന് ഇന്റർവെൻഷൻ വന്നത്. പുള്ളി സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ കിയേസയെ കൊണ്ടുവരുന്നു. അവിടെയാണ് ഇൻസ്റ്റന്റ് ഇമ്പാക്ട് നമ്മൾ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് കണ്ടത്. ഇതേപോലെ റൈറ്റ് വിംഗിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്രോസ് ഡിഫ്ലക്ട് ചെയ്തിട്ട് കിയേസയുടെ കാലിലേക്കാണ് എത്തുന്നത്. പുള്ളി 18 യാർഡ് ബോക്സിന്റെ തൊട്ടടുത്ത് നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നു. ആ ഷോട്ട് കൃത്യമായിട്ട് പെട്രോവിച്ചിനെ കബളിപ്പിച്ചുകൊണ്ട് ബോക്സിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 3-2 ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റോടെ കിയേസ ലിവർപൂളിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതോടുകൂടി ആൻഫീൽഡിലെ അറ്റ്മോസ്ഫിയർ വേറൊരു ലെവലിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. പിന്നീട് 1-2 ഹാഫ് ചാൻസുകൾ സെമീനയുടെ സൈഡിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഇഞ്ചുറി ടൈമിൽ മോ സലയുടെ ഒരു ഗോൾ കൂടി വന്നതോടെ കാര്യങ്ങളൊക്കെ തൃപ്തിയായി. 4-2 ലിവർപൂൾ വിജയിക്കുകയും ചെയ്തു. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മത്സരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല. ഡിഫെൻസീവില് പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള പ്രസ്സിങ്ങും ഫിസിക്കൽ ആയിട്ടുള്ള അറ്റാക്കും വരുമ്പോൾ ലിവർപൂൾ ഡിഫൻസ് ചെറിയ ടീച്ചിങ് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഗോൾ ലീക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ചലഞ്ചിലേക്ക് ലിവർപൂൾ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അറ്റാക്കിംഗ് വൈസ് ഇന്റൻസിറ്റിയോടെ കളിക്കാൻ സെക്കൻഡ് ഹാഫിൽ ലിവർപൂളിന് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫിന്റെ ആദ്യഘട്ടത്തിൽ 4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ലിവർപൂൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ 13-14 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് അവരുടെ ഒരു പെർഫോമൻസിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ബ്രില്യൻ പെർഫോമൻസ് ഫ്രം ലിവർപൂൾ. ജയത്തോടെ തുടക്കം. ഈ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.